വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞിപ്പൂച്ച ഒന്ന് തോളത്തേറി. അത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മെല്ലെ നടന്ന് എന്നെ കുറേ നേരം ശല്യപ്പെടുത്തണമായിരുന്നു മീനും ചോദിച്ച്. ഞാനപ്പം തന്നെ പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു തോടുണ്ട്. അവിടെ ചൂണ്ടിടാലോ എന്ന് പറഞ്ഞ് മെല്ലെ നടന്നു. നല്ല വെയിലുള്ള സമയം. അവിടെ നല്ലൊരു വലിയ മാവുള്ള കാരണം ആ ഒരു പരിസരം മൊത്തം നല്ല തണലായിരിക്കും. നല്ല മധുരമുള്ള മാങ്ങകൾ വരുന്ന ഒരു നല്ല മാവ. അങ്ങനെ കനാലിലേക്ക് നോക്കിയപ്പോഴത്തേക്കും കുറേ മീനുകൾ ഓടിയെടുക്കണ കണ്ടു. അങ്ങനെ നേരെ ചൂണ്ടിടാൻ വേണ്ടി ഞാൻ അവിടെ നല്ലൊരു സ്ഥലം തിരഞ്ഞു. നല്ല മനോഹരമായ തണൽ നിറഞ്ഞ ഒരു ഏരിയയാണിത്. ഇതിൽ ബ്രാലുകളും ഒരുപാട് ചെമ്പല്ലികളും കറുപ്പുകളും ഒക്കെയുള്ള വലിയൊരു തോട. മരം ഒരു വര. നല്ല മനോഹരമായ മരത്തണലിൻ്റെ ചുവട്ടിൽ ഞാനിരുന്നു. ആദ്യം തന്നെ ബ്രാലിനെ പിടിക്കാലോ എന്ന് പറഞ്ഞ് ഞാനൊരു ഏറ് ചൂണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കുപ്പിയിൽ. അതിൽ ഒരു പാറ്റേനെ കോർത്ത് ബ്രാലിനെ പിടിക്കാനുള്ള ശ്രമം തുടങ്ങി. ഏറ് ചൂണ്ടയുടെ ഉടക്ക് വെടിയിപ്പിച്ച് ടങ്കീസ് അഴിക്കാൻ തുടങ്ങി. ഞാനിതിൽ പൊങ്ങ് കിട്ടിയത് ഒരിത്തിരി അകലം കൂടുതലുള്ള രീതിയിലാണ്. പുഴയിലിടാലോ എന്ന് പറഞ്ഞാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഞാനങ്ങനെ പാറ്റേനെ ആ ചൂണ്ടയിൽ കോർത്തു. ഒരുപാട് മൂർക്കം പാമ്പുകളും ചേരപ്പാമ്പുകളൊക്കെ നടക്കുന്ന കാടാണിത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്, ഭൂതക്കുളം എന്ന് പറഞ്ഞ്. അവിടെയും ഒരുപാട് മീനുകളുണ്ട്. പിന്നെ കനാലിൽ കൂടി ഇറങ്ങിയാൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. പിന്നെ കറങ്ങിയൊക്കെ പോകണം. അവിടെയെല്ലാം കാട് പിടിച്ച് കിടക്കുക. പാമ്പുകളുള്ള കാരണം അങ്ങോട്ട് ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ ഏറിചൂണ്ട വെള്ളത്തിലേക്കിട്ട് അതവിടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞ് ചെമ്പല്ലിനെയും കറുപ്പിനെയും പിടിക്കാൻ വേണ്ടി വെറ്റിലിനെ പിടിക്കാൻ പോയി. പച്ചല തിന്നുന്ന ഒരു പ്രത്യേകതര ജീവിയാണിത്. വെറ്റിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഒരെണ്ണത്തിനെ കൈവശപ്പെടുത്തി. ഒരു ചൂണ്ട എനിക്കൊരിക്കൽ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ ചൂണ്ടയിലാണ് ഞാനിത് കോർത്ത് മീൻ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞ് വന്നത്. അങ്ങനെ ഞാൻ വെറ്റിലിനെ ചൂണ്ടക്കുളത്തിൽ കോർക്കാൻ തുടങ്ങി. ആദ്യം ഒരു വിഷമം തോന്നി. എന്നാലും ഞാൻ മീനെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ കഷ്ടപ്പെട്ട് കോർത്തു. ഒരെണ്ണം ചത്താലല്ലേ മറ്റേതിന് വളമാകൂ. അങ്ങനെ ഞാൻ ആ വെറ്റിലിനെ ചൂണ്ടക്കുളത്തിൽ കോർത്ത് കനാലിലേക്ക് ഇട്ടു. പെട്ടെന്ന് തന്നെ പൊങ്ങ് താഴത്തേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. ഞാൻ മെല്ലെ ഒരൊറ്റ പൊക്ക് നോക്കിയപ്പോൾ നല്ല മുഴുത്ത ഒരു കറുപ്പ്. അതിൻ്റെ മേല് മുഴുവൻ മുള്ളുകളാണ്. നല്ല പെടക്കലായിരുന്നു അത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നല്ല മനോഹരമായ ഒരു മീൻ. ഇതിൻ്റെ തലഭാഗത്ത് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ചെകള കയ്യിൽ കയറി കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര പെടക്കലായത് കാരണം നമ്മുടെ കൈ എന്തായാലും ഇതിനെ പിടിക്കാൻ അറിയാത്തവർ പിടിച്ച് കഴിഞ്ഞാൽ മുറിയും. വെള്ളത്തിൽ മുക്കി കൈ നനച്ച് മണ്ണ് ചേർത്ത് ഇതിനെ പിടിച്ചാൽ ഇത് അനങ്ങാതെ നിന്നോളും. അങ്ങനെ ഞാൻ കുളത്ത് ഊരാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്ത് തന്നെ ഒരു കണ്ടമുണ്ട്. ആ കണ്ടത്തിൽ ചൂണ്ടിട്ടുകൊണ്ട് നിന്നപ്പോൾ ആദ്യം ഞാൻ കരുതി ബ്രാല് വരികയായിരുന്നെന്ന്. അടുത്തെത്തിയപ്പോഴത്തേക്കും നല്ല വണ്ണമുള്ള ഒരു മുഴുത്ത പാമ്പ്. ഞാനപ്പം തന്നെ അവിടെ നിന്ന് എണീറ്റ് മാറി. അതിന് ശേഷം ഞാൻ തോട്ടിലാണ് ചൂണ്ടിടൽ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നെടുത്തൊരു വിക്സ് ഗുളികയുടെ കുപ്പിയിൽ ആ വലിയ കറുപ്പിനെ പിടിച്ചിട്ടു. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. നേരത്തേക്ക് ഞാൻ ഇതേപോലെ മീനെ പിടിച്ച് കഴിഞ്ഞാൽ വളർത്താൻ വേണ്ടി വെക്കുമായിരുന്നു. പിന്നെ അത് അതിൽ കിടന്ന് ചത്തുപോയി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ മീനെ കിട്ടുമ്പോഴെല്ലാം വറുത്ത് തിന്നാൻ തുടങ്ങി, കറി വെക്കാനും തുടങ്ങി. നല്ല രുചിയാണ് ഈ മീനെ കഴിക്കാൻ. വെറ്റിലിനെയും പിടിച്ച് തോടിൻ്റെ അരികത്തേക്ക് ഞാൻ മെല്ലെ നടന്നു മീനെ പിടിക്കാനായി. ചൂണ്ടയിൽ വെറ്റിലിനെയും കോർത്ത് തോട്ടിലേക്ക് ഇട്ടു.
ഇട്ടപ്പോൾ തന്നെ ഒരു മീൻ വന്ന് പിന്നെയും ചൂണ്ടക്കുളത്തിലെ വെറ്റിലിനെ വിഴുങ്ങി. ഞാനതിനെ വലിച്ച് കരയിലേക്ക് ഇട്ടു. നല്ല ഭംഗിയുള്ള ഒരു മീനായിരുന്നു അത്. കുറേ നേരം ചൂണ്ടയിൽ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ അതിനെ കുളത്തിൽ നിന്നും വേർപിടിപ്പിച്ചു. ഈ തോട്ടിൽ ഇതേപോലെയുള്ള ചെറിയ മീനുകൾ മാത്രമല്ല, വലിയ മീനുകൾ ഒരുപാടുണ്ട്. ബ്രാലുകൾ, പിന്നെ മുഴികളെല്ലാം കിടക്കുന്ന ഒരു തോടാണിത്. അങ്ങനെ ഞാൻ ഈ മീനിനെ തലഭാഗത്ത് ടൈറ്റ് ചെയ്ത് പിടിച്ച് കുപ്പിയിലിട്ട് വേറെ കുറേ മീനുകളെയും കൂടി പിടിച്ച് വീട്ടിലേക്ക് നടന്നു. കുറച്ച് കൊയ്പ്പയും എടുത്തായിരുന്നു കറി വെക്കാനായി. ഞാൻ പിടിച്ച മീനുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പണിയില്ലാത്ത എല്ലാ പാവപ്പെട്ടവർക്കും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗമായി വിശപ്പും മാറിക്കിട്ടും. നല്ല ക്ഷമയുണ്ടായിരുന്നാൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും.